അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ഭൂമി ലോകത്ത് ജനിച്ചു വീണവരെയെല്ലാം പിടികൂടുന്ന ഒരു പ്രാപഞ്ചിക സത്യമാണ് മരണമെന്ന് പറയുന്നത്. അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലും മരണം പിടികൂടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. മരണം ഒരുപക്ഷെ ഒഴിഞ്ഞു മാറിയിരുന്നെങ്കിൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹെടുക്കാതെ മാറി നിൽക്കുമായിരുന്നു. പക്ഷെ അവിടെയും നബിയോട് സമ്മതം ചോദിച്ചിരുന്നു എന്നുള്ള അത്ഭുതകരമായ സത്യം നമുക്കൊക്കെ അറിയാവുന്നതുമാണ്. ജീവിതത്തിൽ ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടിയ ആഖിബത്ത് നന്നാകണേ തമ്പുരാനെ എന്നുള്ള പ്രാർത്ഥനയാണ് എന്ന ആഗ്രഹമാണ് ഓരോ മുഅ്മിനിന്റെയും ഓരോ വിശ്വാസിയുടെയും ഉള്ളിലുള്ളത്. അവസാന സമയം നന്നായാലാണ് ഈ ഭൂമി ലോകത്ത് നമ്മൾ ഇത്ര കാലം ജീവിച്ചതിന് ഒരു പ്രതിഫലം ഉണ്ടാവുകയുള്ളൂ, ഒരു വിജയം ഉണ്ടാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ ആഖിബത്തിനെ അല്ലാഹു നന്നാക്കി തരട്ടെ. പ്രിയമുള്ള മസ്ഊദ് സഖാഫി ഉസ്താദിന്റെ പ്രഭാഷണങ്ങൾ ഓരോന്ന് കേട്ടു നോക്കുമ്പോഴും ഉസ്താദ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി പറഞ്ഞു വെച്ചിരുന്നു എന്നുള്ളതാണ്. അവസാന സമയത്ത്, മരണസമയത്ത് പ്രയാസപ്പെടുന്നവർ, ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ കുറിച്ച് മസ്ഊദ് സഖാഫി ഉസ്താദ് വിവരിക്കുന്നുണ്ട്. നമുക്ക് ഉസ്താദിന്റെ ആ ഒരു പ്രസംഗം ഒന്ന് കണ്ടു നോക്കാം. ഏറ്റവും കൂടുതൽ മരണത്തിന്റെ നേരത്ത് പ്രയാസപ്പെടുന്ന മനുഷ്യൻ നിസ്കാരം പരിഗണിക്കാത്തവനാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. യാത്രയിലാണെങ്കിലും ശരി, നാട്ടിലാണെങ്കിലും ശരി, രോഗിയായിട്ടാണെങ്കിലും ശരി, നിസ്കാരം കൃത്യമായി നിർവഹിക്കണം. അതിന് വിട്ടുവീഴ്ച വരുത്തുന്ന സ്വഭാവം ഉണ്ടായിക്കൂടാ. കറക്റ്റ് നിസ്കരിക്കുന്ന കുടുംബമാണോ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കിക്കോ. ബറക്കത്തിനൊരു കുറവുണ്ടാകൂല. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നതും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതുമായ ഒരു സ്വഭാവമാണ് നിസ്കാരത്തെ പരിഗണിക്കാതിരിക്കുന്നവർ. അത് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സുഹൃത്തുക്കളിലും നമ്മൾ ഇടപഴകുന്ന പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു പ്രവണത കണ്ടേക്കാം. ആധുനികതയുടെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ദുന്യാവിന്റെ പളപളപ്പിൽ നിസ്കാരത്തെ മറന്നു പോകുന്ന ഒരു യുവജനത വളർന്നു വരുന്നുണ്ട് എന്നുള്ളതും നമുക്ക് മറക്കാനാവാത്ത ഒരു സത്യം തന്നെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉസ്താദ് പറഞ്ഞു വെച്ചതുപോലെ നിസ്കാരം അതിൻ്റെതായ സമയത്ത് നിർവഹിക്കാനുള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകുമാറാകട്ടെ. അല്ലെങ്കിലും വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നിസ്കാരമാണെന്ന് പഠിപ്പിച്ച പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു സുവർണ വാക്കിനെ നമുക്കങ്ങനെ മറക്കാൻ സാധിക്കും. നിസ്കാരത്തിന്റെ മടി കാണിക്കുന്നതിനെ തൊട്ട് അല്ലാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.